ഒരു പ്രാവശ്യം കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രബുദ്ധരായ ദൈവമക്കളും ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാരും അടങ്ങിയ ഈ ആത്മീക കൂട്ടായ്മയ്ക്കായി കർത്താവിന് പിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. രാവിലെ കാലം ദൈവസന്നിധാനത്തിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥനയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ഒരുക്കപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ഉപവാസങ്ങളുടെ പ്രാരംഭ ദിവസങ്ങൾ. കർത്താവ് അങ്ങനെ രാവിലെ എൻ്റെ വീക്ഷണത്തിൽ, എൻ്റെ വിചിന്തനത്തിൽ ദൈവസഭയെ ഒരുക്കിയെടുത്ത് ശക്തമാക്കി. കർത്താവ് മുൻകാലങ്ങളിൽ നമ്മൾ അറിയാതെ വർഷങ്ങൾക്ക് മുമ്പ് മാനിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരുന്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്ന കാലഘട്ടം സമാഗതമായി എന്നുള്ള ചിന്തയോടെ രാവിലെ നമ്മൾ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. രാത്രിയിലും ചുരുങ്ങിയ സമയം നമുക്കുള്ള വേഗത്തിൽ തിരുവചനത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രാധാന്യതകളെക്കുറിച്ച് വളരെ ശക്തമായ എഴുത്തുകൾ ധന്യനായി പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ കുറിവാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ആശയ സമ്പുഷ്ടിയോടുകൂടി ആ കാര്യത്തെ നിങ്ങളുടെ ചിന്തയിൽ ഒന്ന് കൊണ്ടുവന്നിട്ട് എൻ്റെ ചിന്ത നിങ്ങളുമായി, ദൂത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രയോജനകരമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പൗലോസിൻ്റെ 1-2 വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചു. എൻ്റെ ഹൃദയത്തിലെ പ്രാർത്ഥനയും അത് തന്നെയാണ്. ദൈവസന്നിധാനത്തിനും ഉപവാസത്തിനും പ്രാർത്ഥനയിലും വിശിഷ്യ ആത്മനിറവിൻ്റെ ശുശ്രൂഷയും ദൈവസന്നിധിയും നമ്മൾ ചില ദിവസങ്ങൾ ചെലവഴിക്കുകയാണല്ലോ. 10-21 ദിവസങ്ങൾ അനേക ദൈവദാസന്മാർ വിശിഷ്യ ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന അഭിഷിക്തന്മാരുടെ ശുശ്രൂഷയും പങ്കുകൊള്ളുമ്പോൾ അവരുടെ വാക്കുകളിനേക്കാൾ അവർ കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങളെക്കാൾ ദൈവം ഒരു പുതിയ നിയമ ശുശ്രൂഷയുടെ കീഴെയാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എന്താ പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത? പൗലോസ് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതല്ല നമ്മുടെ ചിന്ത. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളെ ഇടിച്ചു കളയാനല്ല, പണിവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്ന് അധികം പ്രശംസിപ്പാനും ലജ്ജിക്കുകയും ഞാൻ വിചാരിക്കുന്നു. 1-ാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. 10:8 2 കൊരിന്ത്യർ പൗലോസ് പറയുന്നു, ദൈവം ഞങ്ങൾക്ക് ശുശ്രൂഷ തന്നിരിക്കുന്നത് ഇടിച്ചു കളയാനല്ല, പണിയാനാണ്. അധികാരം തന്നിരിക്കുന്നത് പണിയാനാണ്. അപ്പൊ നമ്മൾ ഓർത്തോളം ദൈവസന്നിധിയിൽ ഒരു പുതിയ നിയമ ശുശ്രൂഷയുടെ കീഴെ വന്നിരിക്കുമ്പോൾ നമ്മളിവിടെ ഒരു വലിയ പണിയപ്പെടുകയാണ്. സ്തോത്രം. ഒരു സഭായുഗത്തിൽ, ഒരു ഉപവാസ പ്രാർത്ഥനയിൽ, ഒരു ആത്മീക കൂട്ടായ്മയിൽ, കോട്ടേജ് മീറ്റിംഗിൽ, അഭിഷേകമുള്ള ഒരു ദൈവദാസന്റെ നിയോഗത്തിൽ നടക്കുന്ന ആത്മീക കൂട്ടത്തിന് കീഴെ വന്നിരിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടി ഒന്നും കാണുന്നില്ലെങ്കിലും ആത്മമണ്ഡലത്തിൽ തന്റെ ജനത്തെ ദൈവം പണിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഒരു വലിയ പണി ഇവിടെ ദൈവം ചെയ്യാൻ പോകുകയാണ്. സഭയ്ക്കകത്ത് സഭയെ പണിയുന്ന കർത്താവ് വ്യക്തികളെ പണിയുന്നവനായിരിക്കുകയാൽ ആത്മാവിൽ വിശ്വസിക്കണം. ഇവിടെ ഒരു ദൂത് കേൾക്കാൻ പോകുകയല്ല. ആരും കേൾക്കാത്ത കുറെ ചിന്തകൾ, സന്തോഷിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, ആശയമുള്ള ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുകയല്ല. അതൊക്കെ 1 മണിക്കൂർ കൂടെ നടന്നാലും ഇതിന്റെ പുറകിൽ നടക്കാൻ പോകുന്ന വസ്തുത, ദൈവമായ കർത്താവ് നമ്മളെ ഇതിനകത്തിട്ട് പണിയാൻ പോകുകയാണ്. അങ്ങനെ പണിയുന്ന ഒരു ശുശ്രൂഷയാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. 7-ാമത്തെ അധ്യായത്തിൽ അതേ ലേഖനത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനത്ര നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ആ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ അദ്ദേഹം പരാമർശിക്കുകയാണ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ജനത്തിന് ഛേദം വരുന്നതല്ല. ഇംഗ്ലീഷിൽ ഡാമേജ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഞെക്കി കഴുകിയാലും ചവിട്ടിക്കുഴച്ചാലും ചിലപ്പോൾ കേൾക്കാൻ സുഖമില്ല, നമ്മളോട് കുത്തുവാന്ന് തോന്നിയാലും ആത്മാവിന്റെ ശുശ്രൂഷ നമുക്ക് ഡാമേജ് വരുത്തുന്നതല്ല, ഡാമേജ് ആയതിനെ പുതുക്കിയെടുക്കുന്നതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. 7-ാം അധ്യായത്തിൽ തന്നെ 2-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുകയും ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല. അടുത്ത പദം ഇങ്ങനെയാണ്, ഞങ്ങൾ ആരെയും കെടുത്തിയിട്ടില്ല. 3-ാമത്തെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് വചനത്തിലേക്ക് വരികയാ. പുതിയ നിയമ ശുശ്രൂഷ ആരെയും കെടുത്തുന്നതല്ല, അത് കത്തിക്കുന്നതാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നോടുകൂടി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് നടക്കണം. നമുക്ക് സ്തോത്രം 1 മണിക്കൂർ ചുറ്റുവാനേ സമയമുള്ളൂ. ഇതിനിടയിൽ ദൈവത്തിന്റെ ഒരു പണി നടക്കണം. ഡാമേജ് ആയിരിക്കുന്നതിനെ, ശത്രു ചടക്കിയിരിക്കുന്ന, ഇടിച്ചു കളഞ്ഞിരിക്കുന്നതിനെ പണിതെടുക്കുകയും ഡാമേജ് ആയതിനെ നേരെയാക്കുകയും ചെയ്യുന്ന ഒരു ആത്മീക മണ്ഡലം തുറക്കപ്പെടണം. കത്താതിരിക്കുന്നവരെ ദൈവം കത്തിക്കണം. ഇതൊക്കെ പുതിയ നിയമത്തിന്റെ ഭാഷയാണ്. എല്ലാ കണ്ണുകളും അടച്ചൊരു അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എന്റെ ദൈവമേ, ഈ ഉപവാസ പ്രാർത്ഥന എന്നെ ഒന്ന് കത്തിക്കുന്നതാക്കി മാറ്റണമേ.
അതിന് ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ദൈവദാസന്മാർ വരുന്നു, പ്രവാചകന്മാരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുന്നവരുണ്ട്, പ്രസംഗികരുണ്ട്. അവരെല്ലാം 21 ദിവസം ഇവിടെ മാറി മറിച്ച് കയറി ഇറങ്ങുന്നതിനകത്തല്ല, പുതിയ നിയമ ശുശ്രൂഷ നടക്കുന്നിടത്ത് വന്നിരിക്കുന്നവരെ കത്തിക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നത് ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാൻ ആരംഭിക്കുക. ഡാമേജ് ആക്കുന്ന ഒരു ശുശ്രൂഷയല്ല, ജനത്തെ ഒതുക്കുന്ന ശുശ്രൂഷയല്ല, ഡാമേജ് ആയവനെ പണിയുന്ന ഒരു ശുശ്രൂഷ ദൈവത്തിന്റെ ദാസന്മാരുടെ കർത്താവ് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇടിച്ചു കളയാനല്ല, ഇടിഞ്ഞു പോയവനെ പണിതെടുക്കുന്ന ഒരു ആത്മീയ മണ്ഡലം ദൈവമായ കർത്താവ് ഒരുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മുടെ മധ്യത്തിൽ ചെയ്യട്ടെ. അതിനായി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. ആത്മാവിൽ കണ്ണുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തി അഭിഷേകത്തിന് നിറപാടുകൂടെ കൃപാര ശബ്ദര റിഗന ഉടവന ഹന്ദര ജഗദനവ ശബ്ദര ജനദന ഈവൽ പ്രൗഢ രഗന ശരദന ഹന്ദര ചസിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മനുഷ്യൻ നമ്മളെ ഇടിച്ചേക്കാം, പുതിയ നിയമ ശുശ്രൂഷ നിങ്ങളെ ഇടിക്കത്തില്ല. കൃപയുള്ളവന്റെ കൃപയെ ഒരുപക്ഷെ സമൂഹം കൂടി, അഭിഷേകം നഷ്ടപ്പെട്ടവർ കൂടി കെടുത്തിക്കളഞ്ഞേക്കാം. പുതിയ നിയമ ശുശ്രൂഷ നിങ്ങളെ കെടുത്തുകയില്ല. ലോകം നമുക്ക് ഡാമേജ് വരുത്തിയേക്കാം, പുതിയ നിയമ ശുശ്രൂഷ നമുക്ക് ഡാമേജ് വരുത്തുകയില്ല. പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഏതെങ്കിലും മേഖലയിൽ ഇടിഞ്ഞു കിടക്കുന്നവർ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം പണിയാൻ തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ പണിയാൻ ആരംഭിക്കട്ടെ. ജീവിത ഭാരങ്ങളുടെ നടുവിൽ കുടുംബജീവിതമോ ആത്മിക ജീവിതമോ ഒരു ഡാമേജ് വന്നിരിക്കുന്നവരുണ്ടെങ്കിൽ സ്വർഗം അതിനെ റീക്രിയേറ്റ് ചെയ്യട്ടെ. ഇടിവുകൾ നികത്തട്ടെ, ഒന്നോട് ഒതുക്കി പണിയട്ടെ. മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു ആത്മിക ജീവിതം ഇന്ന് രാത്രി ദൈവം നമുക്ക് തരുവാൻ തുടങ്ങട്ടെ. കരിന്തിരി കത്തുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ അതിന് ദൈവം ആളി കത്തിക്കട്ടെ. ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ശുശ്രൂഷകന്മാരായ ആരെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ നമ്മളെ ദൈവം അധികാരപ്പെടുത്തിയത് ഇടിക്കാനല്ല, പണിയാനാണെന്നുള്ളൊരു ബോധം നമ്മുടെ അകത്ത് ഭരിക്കട്ടെ. ജനത്തെ കെടുത്തിക്കളയുന്ന ആളുകൾ കണ്ടേക്കാം, അതിനല്ല നമ്മളെ വിളിച്ചത്. കെട്ടുകിടക്കുന്ന സഭകളെ കത്തിക്കാനാ ദൈവം നിനക്ക് അഭിഷേകം തന്നത്. സ്തോത്രം. കേറി ചെന്ന് ഡാമേജ് ആക്കി ഒരു സഭയെ, കുടുംബത്തെ, ജനത്തെ ഡാമേജ് ആക്കിയിട്ട് പോരാനല്ല ദൈവം നിനക്ക് നിയോഗം തന്നത്. ഡാമേജ് ആയി കിടക്കുന്നവരെ പണിതിട്ട് പോരാനാണ് സ്വർഗം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. കണ്ണുകളടച്ച ദൈവത്തോട് പ്രാർത്ഥിക്കുക. ശുശ്രൂഷിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു ശുശ്രൂഷ എനിക്ക് ലഭിക്കണം. ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനമുണ്ടെങ്കിൽ അവർ ഈ പദങ്ങൾ, പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇടിച്ചു കളയാനല്ല പണിയാൻ എന്നെ അധികാരപ്പെടുത്തണമെന്ന്. ദൈവമേ, കെടുത്താനല്ല കത്തിക്കാൻ എന്നെ ഒരുക്കണമെന്ന്. ജനത്തെ ഡാമേജ് ആക്കാനല്ല അവരെ ഒരുക്കിയെടുപ്പാൻ എന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിന്റെ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവനിയോഗപ്രകാരം കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് വേദപുസ്തകത്തിൽ കണ്ട ഈ 3 കാര്യങ്ങൾ ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു. ഇന്ന് രാത്രി എന്നല്ല, എന്റെ ജീവിതകാലം മുഴുവൻ ശുശ്രൂഷയ്ക്ക് നിർത്തുന്ന സ്ഥലത്ത് ഇടിഞ്ഞുപോയവരെ പണിയുവാൻ നീ എന്നെ സഹായിക്കണമേ. കെട്ടുപോയവരെ കത്തിപ്പാൻ നീ എന്നെ ഇടയാക്കണമേ. ഡാമേജ് ആയവരെ റീക്രിയേറ്റ് ചെയ്തെടുപ്പാൻ ദൈവത്തിന്റെ കൃപ എന്നിലൂടെ പകരണമേ. ഈ 3 വിധത്തിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ജനത്തെ അടുത്ത 1 മണിക്കൂർ കൊണ്ട് സ്വർഗത്തിലെ ദൈവം ചെയ്തെടുക്കാൻ പോകുന്ന ആത്മീക പ്രവർത്തികളെ ആത്മാവിൽ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവമേ ഏൽപ്പിച്ച ദൂതിലേക്ക് പ്രവേശിക്കുന്നു. സഭയെ അനുഗ്രഹിക്കണം, പണിയണം. ദൈവത്തിന്റെ കൃപയിൽ അവരെ ആളി കത്തുന്ന തീപ്പന്തങ്ങളാക്കി മാറ്റണം. മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ലേവ്യ പുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രിക്കാലം ചിന്തകൾ ആരംഭിക്കുന്നത്. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ. ആരെങ്കിലും ഒരാള് പൊതുസഭയെ ശബ്ദമുയർത്തി വായിച്ചു കേൾപ്പിക്കുക. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ ശബ്ദമുയർത്തി ഒരാള് സഭയെ വായിച്ചു കേൾപ്പിക്കുക. ഞാൻ എന്റെ നിവാസം, അങ്ങനെ വായിക്കും. ആ, അടുത്തത്. ആ, അടുത്തത്. ആ,
കണ്ടല്ലോ നിങ്ങളെല്ലാവരും ലേവ്യ പുസ്തകം. അധികം പേര് കണ്ടിട്ടുള്ള പുസ്തകമായിരിക്കില്ല. അത് കാരണം അതിനകത്ത് ഒത്തിരി വാഗ്ദത്വമൊന്നുമില്ല. സ്തോത്രം. ഒത്തിരി സുഖമുള്ള വാക്യങ്ങളില്ല. ഒരു നിയമപുസ്തകമാണ് ലേവ്യ പുസ്തകം. അതുകൊണ്ട് തന്നെയാണ് വായിക്കാൻ താമസം വന്നപ്പോഴും ഇപ്പോഴും ലേവ്യ പുസ്തകം കാണാത്തവരുണ്ട്. സ്തോത്രം. കുഴപ്പമില്ല. കാരണം അതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരായിരിക്കും നമ്മളത് ശ്രദ്ധിക്കാത്തത്. അപ്പൊ അതിനകത്തു നിന്ന് ഒരു വാക്യമാണ്, 2-3 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. വാക്യം ഇങ്ങനെയാണ്: ദൈവം പറയുന്നു, ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. 13-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു, ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാ ആക്കിയിരിക്കുന്നു. 11-12 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 13-ാമത്തെ വാക്യം, സ്തോത്രം, നമ്മളൊന്ന് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ട് മറ്റ് 2 വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: മിസ്രയീമിൽ നിങ്ങൾ ആജീവനാന്തരം അടിമകളാകാതിരിപ്പാൻ ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു, നിങ്ങളുടെ നുകക്കൈകളെ ഞാൻ ഒടിച്ചു നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കി. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിവരെ നിൽക്കാറാക്കിയത് ദൈവമാണ്? അതിന് കാരണം ലോകത്തിന്റെ പാപത്തിൽ നിന്ന്, ലോകത്തിന്റെ ചിന്തയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് ഇതുപോലൊരു സഭയ്ക്കകത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്നത് കൊണ്ടാണ് നിവരെ നിൽക്കാൻ ഇടയായതെന്ന് വിശ്വസിക്കുന്നവർ, അത് അനുഭവിക്കുന്നവർ ചേർന്ന ദൈവത്തെ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം: മിസ്രയീമിൽ കിടന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് നിവരാൻ പറ്റിയല്ല. മിസ്രയീമിൽ കിടന്നുകൊണ്ട് നുകക്കിൽ അടിമത്തം പൊട്ടണമെന്നുണ്ടെങ്കിൽ മിസ്രയീമിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ പുറത്തു വന്നവർക്കാണ് സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം ശ്വസിക്കുവാനും നുകക്കൈകൾ ഒടിയപ്പെട്ട് ദൈവത്തിന്റെ കൃപ അനുഭവിക്കാനും ഇടയായി തീരുന്നത്. മിസ്രയീമിൽ കിടന്ന് എത്ര പ്രാർത്ഥിച്ചാലും, മിസ്രയീമിൽ കിടന്ന് എത്ര കരഞ്ഞാലും അടിമത്തം തകരുകയല്ല. അടിമത്തം പൊളിഞ്ഞെങ്കിലേ നുകങ്ങൾ ഒടിയത്തുള്ളൂ, നിവർന്നു നിൽക്കാൻ ഇടയായി തീരുകയുള്ളൂ. സ്തോത്രം. എനിക്കറിയാം ഇന്ന് രാത്രി വന്നിരിക്കുന്ന 100% വിശ്വാസികളായിരിക്കാം. ആരെങ്കിലും ഇതിനകത്ത് സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ മുന്നോട്ട് വരാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി 13-ാം വാക്യം ഒന്നോടെ പറഞ്ഞ് സഭയ്ക്ക് വേണ്ടിയുള്ള ദൂതിലേക്ക് പ്രവേശിക്കുക. മിസ്രയീമിൽ കിടക്കുന്നവർ ഒരിക്കലും നിവരാൻ പറ്റിയല്ല. നിവരണമെന്നുണ്ടെങ്കിൽ പുറത്തു വരാനിടയാകണം. ലോകമയത്തം സഭയ്ക്കകത്ത് വന്നതുകൊണ്ടും രക്ഷിക്കപ്പെട്ടതുകൊണ്ടും സ്നാനപ്പെട്ടതുകൊണ്ടും കഥയില്ല. മിസ്രയീമിൻ്റെതായ എന്തെങ്കിലും അംശം നമ്മൾ കിടക്കുന്നെങ്കിൽ നമുക്ക് നിവരാൻ പറ്റിയല്ല. മിസ്രയീമിനെ പാടെ ഉപേക്ഷിച്ചെങ്കിലേ നമുക്ക് നിവരാൻ പറ്റുള്ളൂ. മുഖങ്ങൾ ഒടിയുന്നത് ഒരാത്മീയ അനുഭവമാണ്. സ്തോത്രം. സഭ മാറുന്നതല്ല ഇതിന് കാരണം, സ്നാനപ്പെടുന്ന അല്ല അത് കാരണം. ലോകത്തെ വെറുത്ത് ദൈവത്തിന്റെ കൃപയ്ക്കകത്തിരിക്കാൻ മനസ്സ് വെക്കുന്ന സന്ദർഭത്തിലാണ് അന്യായ ബന്ധനങ്ങൾ അഴിയുന്നത്, മുഖക്കയറുകൾ അഴിയുന്നത്, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ അതിനകത്തുനിന്ന് പുറത്തു വന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ജനമാണ് നമ്മളെ നോക്കിയാൽ ദൈവത്തിന് സ്വന്തം ചെയ്യുകയാണ്. അതിനകത്ത് സ്തോത്രം ഒരു വിടുതലുണ്ടായി. അങ്ങനെ പുറത്തു വന്ന ജനത്തോട് മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് പെസഹ കുഞ്ഞാടിന്റെ ചോരയുടെ ശക്തിയാൽ സ്തോത്രം ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം പുറത്തു വന്ന ജനത്തോട് ഉറപ്പിച്ചു പറയുന്ന ശ്രേഷ്ഠകരമായ 2-3 വാഗ്ദത്ത വാക്കുകളാണ് 11-12 വാക്യങ്ങൾ കിടക്കുന്നത്. ദൈവം പറയുന്നു, ഞാൻ എൻ്റെ നിവാസം, ഒന്നാമത്തെ വാഗ്ദത്തം ഇതാണ്: ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലേക്ക് മാറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലാക്കും. രണ്ടാമത്തത്, എൻ്റെ ഉള്ളം നിങ്ങളെ ഒരിക്കലും വെറുക്കുകയില്ല. 3, ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ 3 പദങ്ങൾ ഒന്നോടെ ഞാൻ പറയട്ടെ. 1, ഇറങ്ങിത്തിരിച്ച ദൈവത്തോട് ദൈവം അന്ന് വാഗ്ദത്തം കൊടുത്ത വാക്യമാണിത്. ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ ജനത്തോട് മിസ്രയീമിന്റെ അടിമത്തം വിടാൻ സ്തോത്രം മനസ്സ് കാണിച്ച ജനത്തിന് കൊടുത്ത 3 പ്രോമിസാണ് ഇന്ന് രാത്രിയിലെ സന്ദേശത്തിൽ ദൈവം നമ്മോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ലോകത്തെ വെറുത്ത് സ്തോത്ര പാരമ്പര്യങ്ങളെ വിട്ട് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്, അന്യാരാധനയുടെ ശക്തിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ വിളിച്ചു എന്നുള്ള ഉത്ബോധത്തോടു കൂടി ഇറങ്ങി വന്ന ജനത്തോട് ദൈവം പറയുന്നു, എന്റെ നിവാസം ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ ഇടയിലേക്ക് മാറ്റാൻ പോകുകയാണ്.
രണ്ട്, സ്തോത്രം, ലോകത്തിൽ ആരൊക്കെ നിങ്ങളെ വെറുത്താലും ഈ കറുത്ത പുസ്തകം എടുത്ത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് ചാർച്ചക്കാര് വെറുത്താലും, ഭർതൃഗ്രഹം വെറുത്താലും, സ്വന്തക്കാര് വെറുത്താലും, സ്വർഗം ഒരു ഉറപ്പ് തരുന്നു, എന്റെ ഉള്ളം നിങ്ങളെ ഒരിക്കലും വെറുക്കുകയില്ല. മനസ്സിലായോ? പുറം കൊണ്ട് ചിരിച്ചിട്ട് ഉള്ളുകൊണ്ട് വെറുത്ത ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് മറക്കും പിടികിട്ടിയിട്ടില്ല. സ്വന്തം ചിരിച്ചുകൊണ്ട് കൈതരുമ്പോഴും സന്തോഷത്തോടെ ക്ഷേമം അന്വേഷിക്കുമ്പോഴും ആത്മീയതയെ വെറുത്തതിന്റെ പേരിൽ മനസ്സുകൊണ്ട് വെറുത്ത് ഒരുപാട് പേരുടെ ഇടയിൽ കിടക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, പുറം കൊണ്ട് ചിരിക്കുമ്പോൾ അകം കൊണ്ട് വെറുത്തവരുടെ ഇടയിൽ സ്വർഗം ഒരു വാക്ക് പറയുന്നു, പുറമെ സന്തോഷിപ്പിക്കുക അല്ല ഞാൻ, എന്റെ ഉള്ളം കൊണ്ട് ഞാൻ നിങ്ങളെ വെറുക്കുകയില്ല. മനസ്സിലായോ? ദൈവത്തിന്റെ പോളിസി എന്താണെന്നറിയോ? പുറമെ എപ്പോഴും ഷോപ്പിംഗ് എന്ന് പറയല്ല ദൈവം. എപ്പോഴും ഞാൻ നിന്നെ അനുഗ്രഹിച്ചേക്കാമെന്ന്, എപ്പോഴും ഞാൻ നിന്നെ ഉയർത്തിയേക്കാമെന്ന്, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന്, ഞാൻ നിന്നെ മാനിച്ചേക്കാമെന്ന്, ഇതൊന്നും എപ്പോഴും ദൈവം പറയല്ല. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പോളിസി ഇതാണ്. ദൈവം ഇതെപ്പോഴും പറഞ്ഞില്ലെങ്കിലും ദൈവം ഒരു കാര്യം ഉറപ്പു തരുന്നു, എന്റെ ഉള്ളം നിന്നെ വെറുക്കുകയില്ല. ഞെക്കിക്കഴിയേക്കാം, ചിലപ്പോൾ അവൻ നമ്മളെ ശോധന കഴിച്ചേക്കാം, ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ നടത്തിയേക്കാം. ഇതൊക്കെ ചെയ്താലും നമുക്കൊരു ഉറപ്പുണ്ട്, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ ഉള്ളുകൊണ്ട് വെറുക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. കഴിഞ്ഞ 20 വർഷത്തെ ആത്മീക ജീവിതത്തിനിടയിൽ, 10 വർഷത്തെ ആത്മീക ജീവിതത്തിനിടയിൽ ഒരിക്കലും പിരിയത്തിൽ എന്ന് പറഞ്ഞ എത്രയോ പേര് ഉള്ളുകൊണ്ട് നിങ്ങളെ വെറുത്തു. ചിലപ്പോൾ സ്നാനപ്പെടുത്തിയ ദൈവദാസൻ പോലും, ചിലപ്പോൾ സ്തോത്രം നമ്മളോട് കൂടെ ഇരുന്ന് നമുക്ക് ഒരുപാട് ആലോചന പറഞ്ഞു തന്നവർ പോലും ഉള്ളുകൊണ്ട് വെറുത്തിരിക്കുമ്പോൾ, കഴിഞ്ഞ ദൈവത്തെ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ അവൻ ശാസിച്ചിട്ടുണ്ട്, ബാലശിക്ഷ തന്നിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്, ഞെക്കിയിട്ടുണ്ട്, കഴുകിയിട്ടുണ്ട്, ചവിട്ടിക്കുഴച്ചിട്ടുണ്ട്. ഇതൊക്കെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കർത്താവിന്റെ ദാസന് നിനക്ക് ഉറപ്പ് തരുന്നു, ദൈവത്തിന്റെ മക്കളെ, ഇന്ന് വരെ നമ്മളെ അവൻ ഉള്ളുകൊണ്ട് വരുത്തിട്ടില്ല. നന്നാവാൻ വേണ്ടി ചില വഴികൾ അവൻ അടച്ചേക്കാം, ശരിയാകാൻ വേണ്ടി ചിലപ്പോൾ ചില കാര്യങ്ങൾ തടഞ്ഞു നിർത്തിയേക്കാം. പക്ഷെ ഉറപ്പിച്ച് എന്നറിയാം, ദൈവം ഗ്യാരണ്ടി പറയുന്നു, ഉള്ളുകൊണ്ട് വെറുത്തിട്ടില്ല അവൻ. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് സ്തോത്രം ചെയ്യാൻ? ദൈവം ഉള്ളുകൊണ്ട് വെറുത്തിട്ടില്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്ക്, പ്രതീക്ഷയ്ക്ക് നമുക്ക് വക ദൈവം തരുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത പദമാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ലേവ്യ പുസ്തകത്തിന്റെ പ്രത്യേകത പറഞ്ഞിട്ട് ഈ വാക്യത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് വരാൻ കർത്താവിനെ ശരണപ്പെടുകയാണ്. ഒരു നിയമപുസ്തകമാണ് ലേവ്യ പുസ്തകം. 2 ഭാഗങ്ങൾ ലേവ്യ പുസ്തകത്തിലുണ്ട്. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ യാഗ നിയമങ്ങളും, 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധിക്കായിട്ടുള്ള നിയമങ്ങളും. പ്രാക്ടിക്കൽ ജീവിതത്തിൽ, ലോകത്തിൽ, കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, സഭാഗതമായി ജീവിക്കുമ്പോൾ, പാളയത്തിൽ കിടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ എന്ന് വേണ്ട, സ്തോത്രം, സാമൂഹ്യപരമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുന്നതിനകത്ത്, തലമുടി വെട്ടുന്നതിനകത്ത് എന്ന് വേണ്ട എന്തെല്ലാം കാര്യമുണ്ടോ, ശാരീരിക, മാനസിക, ആത്മീക ശുദ്ധീകരണത്തിന് നിയമങ്ങളാണ് 18 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾക്കകത്ത് കാണാൻ കഴിയുന്നത്. സ്തോത്രം. 2 ഭാഗം. ഒന്നുകൂടെ പറയുന്നു, 1 മുതൽ 17 വരെ യാഗ നിയമങ്ങളും, 18 മുതൽ 27 വരെ സ്തോത്രം വിശുദ്ധിക്കായിട്ടുള്ള നിയമങ്ങളും. ഇങ്ങനെ 2 കാറ്റഗറിയിലെ നിയമങ്ങളാണ് 27 അധ്യായങ്ങൾ അടങ്ങിയ ലേവ്യ പുസ്തകത്തിന്റെ വിശദീകരണം. സ്തോത്രം. 5 യാഗങ്ങൾ, ആഴ്ച തോറുമുള്ള ശബത്ത്, 7 ഉത്സവങ്ങൾ, ഈ 3 കാര്യങ്ങളുടെ നിയമസംഹിതകളാണ് ലേവ്യ പുസ്തകത്തിന്റെ ടോട്ടലി ഉള്ളടക്കം. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 5 യാഗങ്ങൾ, ആഴ്ച തോറുമുള്ള ശബത്ത്, 7 ഉത്സവങ്ങൾ. ഈ കാര്യങ്ങളുടെ, ഈ ആത്മീക കാര്യങ്ങളുടെ നിയമ സംഹിതകളാണ് 27 അധ്യായങ്ങളിൽ ലേവ്യ പുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഏകദേശം സ്തോത്രം ആത്മീക ചരിത്രത്തിൽ മൊത്തത്തിൽ വെച്ച് നോക്കിയാൽ സ്തോത്രം 795 നിയമങ്ങളാണ് കേടുകൂടാതെ കനാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി, കേൾക്കുന്നോ, കനാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി 795 നിയമങ്ങളാണ് ദൈവമായ കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കൊടുത്തത്. ഈ 795 നിയമങ്ങളിൽ അപാകത വരാതെ, വിട്ടുവീഴ്ച കാണിക്കാതെ, ഇതിന് പാകപ്പഴ വരാതെ, ഇതനുസരിച്ച് നടക്കുന്നവർക്ക് അക്കരെ നാട്ടിൽ എത്തിച്ചേരാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മനസ്സിലായോ? സ്തോത്രം. അപ്പൊ നമ്മളവർക്ക് ഇത്രയും പേര്, സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ മുഴുവൻ അനുസരിച്ച് ഇവിടെ ആർക്ക് ജീവിക്കാൻ പറ്റും?
എത്ര നിയമങ്ങളാ, സ്തോത്രം. ഇതെല്ലാം അനുസരിച്ച് ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? പാസ്റ്റർ അങ്ങനെയാണോ ജീവിക്കുന്നത് എന്നൊക്കെ സഭയ്ക്കകത്തുനിന്ന് പോലും ചോദ്യം ഉണ്ടായേക്കാം. സ്തോത്രം. അങ്ങനെയുള്ളവരുടെ ആത്മാവിൽ പറയാം, സ്നേഹത്തോടെ പറയാം, 36,514 നിയമങ്ങളാണ് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ടത്. മനസ്സിലായോ? ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ 36,514 നിയമങ്ങൾ ലംഘിക്കാതെ ജീവിച്ചെങ്കിൽ ജയിലിൽ പോകാതെ ജീവിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. അതാണോ വലിയത്? 795 നിയമമാണോ വലിയത്? സ്തോത്രം. മനസ്സിലായോ? ദൈവം നമുക്ക് ചുമക്കാൻ പറ്റുന്ന 795 നിയമങ്ങൾ പറഞ്ഞിട്ട് ഇതനുസരിച്ചെങ്കിലേ നിത്യരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്ന്, കനാനിൽ കയറാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു, എന്റെ പാസ്റ്ററെ ഇത്ര നിയമമൊക്കെ ആർക്കനുസരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നോട് പറയുക. സ്തോത്രം. എത്രയാ? 36,514 നിയമങ്ങൾ അനുസരിച്ചെങ്കിലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നോക്കൂ, അത് ലംഘിച്ചാൽ ഇവിടെ ശിക്ഷാവിധിക്ക് പാത്രീഭൂതനായി തീരും. അപ്പൊ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ, സ്തോത്രം, അത്രയൊന്നും നിയമങ്ങളില്ല. വേണ്ടും വണ്ണം ജീവിക്കാൻ പറ്റാത്ത ഒരു നിയമങ്ങളും സ്വർഗത്തിലെ ദൈവം തന്നെ ജനങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടില്ല. ദോഷം വരുന്നൊരു നിയമം, ജീവിക്കാൻ പറ്റാത്തൊരു നിയമം, നടത്തിപ്പിൽ വരുത്താൻ പറ്റാത്തൊരു നിയമം ഇവിടെ ദൈവം ആർക്കും വെച്ച് കെട്ടിയിട്ടില്ല. നമുക്കനുസരിക്കാൻ പറ്റുന്ന നിയമങ്ങൾ മാത്രമേ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അതനുസരിക്കുന്നവർക്ക് നിത്യരാജ്യം ഉറപ്പാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നിയമങ്ങൾ പലപ്പോഴും നമുക്ക് പലർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. നിയമമില്ലാതെ ജീവിക്കാനാണ് പലപ്പോഴും നമുക്ക് ഇഷ്ടം. സ്തോത്രം. വലിയ എന്താ പറയാ, അഡ്മിനിസ്ട്രേഷൻ ഒന്നും ഇല്ലാതെ, വലിയ സ്ട്രിക്ട്നെസ് ഒന്നും ഇല്ലാതെ, നിങ്ങൾ ഓർത്ത് നോക്കിയ കറക്റ്റ് 7 മണിക്ക് തന്നെ യോഗത്തിന് വരണമെന്ന് കർശനമായി 7:01 ഈ 3 ഡോറ് മടക്കുകയാണെങ്കിൽ നാളെ മുതൽ എത്ര പേര് യോഗത്തിന് വരും? സ്തോത്രം. അങ്ങനെ സംഭവിക്കുകയല്ല. മുഖം മാടണ്ട, ഞാനൊരു നിയമത്തെ കുറിച്ച് പറയാൻ വന്ന. സ്തോത്രം. നിയമം അതുപോലെ നടപ്പാക്കാൻ നമുക്ക് ഇഷ്ടമല്ല. നമ്മളതിനെ എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. പാസ്റ്റർക്ക് അത് പറഞ്ഞാൽ മതി, പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടത്തുന്ന അറിയോ, ഇതൊക്കെ കണ്ടുപിടിക്കും. പക്ഷെ നിയമം അതുപോലെ നടത്തുന്നത്, വളരെ കമ്പലായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പലപ്പോഴും നമുക്ക് ഇഷ്ടമല്ല. തിരിച്ച് ഞാൻ പറയാം, നിയമം നമുക്ക് ദോഷം ചെയ്യുന്നതല്ല, നിയമം നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതാ. ഉദാഹരണം, 24 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞ 36,514 നിയമങ്ങൾ ഇന്ത്യയിൽ മരവിപ്പിച്ചെന്നിരിക്കട്ടെ. ഒരു ദിവസത്തേക്ക് ഇന്ത്യ ഗവൺമെന്റ് നിയമം എടുത്തു കളയുന്നു. ഒരു നിയമം അവിടെ ഇല്ല. 24 മണിക്കൂർ നേരത്തേക്ക് ജീവിക്കാൻ പറ്റുമോ? സ്തോത്രം. ആർക്കും എന്തും ചെയ്യാം. ഇവിടെ ഒരു നിയമമുണ്ട്. നമുക്ക് 30 സെന്റ് സ്ഥലമുണ്ട്, അതിന് അതിരുണ്ട്, സർവേ കല്ലുണ്ട്, അതിന് സ്തോത്രം കല്ലിട്ടിട്ടുണ്ട്. അതൊരു നിയമമാണ്. അത് മാറ്റാൻ പാടില്ല എന്നൊരു നിയമമുള്ളത് കൊണ്ട്, മാറ്റിയാൽ ശിക്ഷിക്കപ്പെടുന്നൊരു നിയമമുള്ളത് നമ്മുടെ പ്രോപ്പർട്ടി അവിടെ കിടക്കുന്നത്. 24 മണിക്കൂർ നേരത്തേക്ക് നിയമം എടുത്തു കളയുക. അപ്പൊ അങ്ങനെ നിയമമില്ല, അതിരുകല്ലില്ല, ആ കല്ല് അവിടെ കിടക്കണം നിർബന്ധമില്ല, ആർക്കും മാറ്റാം. അതാ നിയമം എടുത്തു കളഞ്ഞുള്ള പ്രശ്നം. സ്തോത്രം. മനസ്സിലായോ? ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഒതുങ്ങിപ്പോകും. സ്തോത്രം. നാളെ ഡൽഹിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക, KKS ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക. ഒരു നിയമമുണ്ട്. സ്തോത്രം. കൺഫേം ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ബർത്ത് ഓക്കെയാണ്. നാളത്തേക്ക് നിയമം എടുത്തു കളയുക. നിങ്ങളുടെ ടിക്കറ്റ് ഉണ്ട്, പക്ഷെ അവിടെ നിയമമില്ലാത്ത പേര് നാളെ ചെല്ലുമ്പോൾ നിങ്ങളുടെ S10 53ാമത്തെ സീറ്റിൽ ആമ്പിള്ളേർ കയറിയിരിക്കുക. ഇന്നാണെങ്കിൽ പറയാം, ടിക്കറ്റ് കാണിച്ചിട്ട് പറയാൻ നടക്കുകയല്ല, ഇതെന്റെ സീറ്റാണ്, നിയമമുണ്ട്, റിസർവേഡാണ്, ആള് മാറി തരണം. നിയമമില്ലെങ്കിൽ ചേച്ചി 30 ദിവസം മുമ്പ് ബുക്ക് ചെയ്തത് വെള്ളത്തിൽ പോയി. കാരണം നിയമമില്ല അവിടെ, ആർക്കും ഇരിക്കാൻ. ഞാൻ പറയാം, ചതിക്കുന്നതല്ല, നമ്മളെ ഒതുക്കുന്നതല്ല, നിയമത്തിന് കീഴെ ജീവിക്കുന്നവർക്ക് പ്രൊട്ടക്ഷനെ ഉണ്ടായിട്ടുള്ളൂ. ഇത് ലോകത്തിലും അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ എത്ര വലിയതാണ്. ഹല്ലേലൂയ. നിയമത്തിന്റെ കീഴെ വരാൻ ലഭിച്ചത് ഇച്ചിരി സ്ട്രിക്റ്റ്, ഇച്ചിരി പത്തിൽ നോക്കി ജീവിച്ചേ പറ്റൂ. ലോകത്തിലെ എല്ലാ ഇഷ്ടത്തിനൊന്നും പറ്റിയല്ല. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ചേ പറ്റൂ. ഈ പുസ്തകത്തിലെ പ്രമാണങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ അതെനിക്ക് ഗുണമായി എന്ന് പറയാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി നിയമത്തിന്റെ കീഴെ വരാൻ കഴിഞ്ഞത് ഭാഗ്യമെന്നുള്ളവർ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ദൈവം 3 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എന്റെ നിവാസം നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നു. 2, എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കില്ല. 3, ഞാൻ നിങ്ങളുടെ
ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഇത് ദൈവത്തിന്റെ അലംഘനീയമായ വാഗ്ദത്തമായിരുന്നു. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ദൈവം പറഞ്ഞ എല്ലാ നിയമങ്ങളും ദൈവം മാറ്റിക്കളയും. ഈ വാക്യത്തിൽ ഞാൻ മാറ്റുകയില്ല, നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ നടുവിൽ വാസമാക്കും എന്ന് പറഞ്ഞ ദൈവം പിന്നെ പല ഭാഗങ്ങളിലും ഈ വാക്കുകൾ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ഓർക്കണം, ഒരിക്കൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നേരെ പാട്ടിനല്ലെങ്കിൽ ദൈവം മാറ്റിക്കളയാം. നിനക്ക് വേണ്ടി ദൈവം എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ എത്തിച്ചേരുന്നില്ലെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന് കമ്മിറ്റി വിളിച്ചു കൂട്ടാതെ, ദൈവത്തിന് സാക്ഷി വിസ്താരം നടത്താതെ, സ്വർഗസ്ഥനായ ദൈവത്തിന് പരിപാടിയിൽ ഭേദഗതി വരുത്താനും നിയമം പൊളിച്ചെഴുതാനും കഴിവുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഈ വാക്യത്തിന്, ഈ ഉറപ്പിന് നേരെ ഓപ്പോസിറ്റ് ദൈവം പറഞ്ഞ 1-2 വാക്യങ്ങളിലേക്ക് പോവുകയാണ്. സ്തോത്രം. നമുക്ക് നോക്കാം സങ്കീർത്തനങ്ങൾ 78-ന്റെ 59 സ്തോത്രം 60 വാക്യങ്ങൾ. 78-ാം സങ്കീർത്തനം അതിന്റെ 59-ഉം 60-ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. 78-ന്റെ 59-ഉം 60-ഉം വേഗത്തിൽ വായിച്ചാട്ടെ. മതി. ലേവ്യ പുസ്തകത്തിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ ദൈവം ഉറപ്പ് പറഞ്ഞ എന്താണെന്നറിയോ? ശ്രദ്ധിച്ചാണോ ഇരിക്കുന്ന എല്ലാവരും? ലേവ്യ പുസ്തകത്തിൽ